നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന റോട്ടിസറി ചിക്കൻ വീട്ടിൽ തന്നെ ചെയ്തെടുത്താലോ? വളരെ ഈസിയാണ് കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഇതിൽ ആകെയുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഓവനിൽ എങ്ങനെ വെക്കും എന്നൊക്കെയല്ലേ കൺഫ്യൂഷൻ ആയിരിക്കും. ബാക്കിയൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ജ്യൂസി ആയിട്ടുള്ള റോട്ടിസറി ചിക്കൻ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ. നമുക്ക് ആദ്യം ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അത് ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ വെക്കണം. കാരണം ഇതിലേക്ക് അകത്തേക്ക് ഉപ്പ് പിടിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളവും ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇത് ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും ഇതുപോലെ വെള്ളത്തിൽ വെക്കണം കേട്ടോ. ഞാൻ ചിക്കൻ എടുത്തേക്കുന്നത് തൊലിയുള്ള ചിക്കനാണ്, അല്ലാത്തത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ അവിടെ 2 മണിക്കൂർ വെക്കാം. ഇത് നിങ്ങൾക്ക് പുറത്ത് വെക്കാൻ പറ്റില്ല, ഫ്രിഡ്ജിൽ തന്നെ വെക്കണം കേട്ടോ. ഇനി നമുക്ക് ചിക്കന് ഈ വെള്ളത്തിൽ നിന്നൊന്ന് എടുക്കാം. എടുത്തതിന് ശേഷം ഈ ചിക്കനിലെ വെള്ളം നല്ല പോലെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ചെടുക്കാം, അതല്ലെങ്കിൽ നല്ല കോട്ടൺ തുണി വെച്ചിട്ടാണെങ്കിലും ഇതുപോലെ തുടച്ചെടുക്കാം. അതിനുശേഷം ചിക്കനിൽ ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ കുത്തി കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗവും നമ്മൾ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. കാരണം മസാലകളൊക്കെ ഇതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം ചതച്ച മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവൊക്കെ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒറിഗാനോ, പാഴ്സ്ലി, അതുപോലെ തന്നെ റോസ്മേരി, ഇത് 3ഉമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒക്കെ 1 ടീസ്പൂൺ വീതം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു 1/4 കപ്പ് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണിൻ്റെ അടുത്ത് തന്നെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ ചിക്കൻ ഉപ്പിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്, അപ്പോൾ നോക്കിയിട്ട് തന്നെ ചേർക്കുക കേട്ടോ. ആദ്യം നിങ്ങളൊരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ മാത്രം 1 ടീസ്പൂൺ ആക്കി നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. നമ്മൾ ഈ മസാല ചിക്കനിലേക്കൊന്ന് പുരട്ടി കൊടുക്കുക. ഇനി നമ്മൾ ചിക്കന് ഇങ്ങനെ പുരട്ടിയിട്ടും കുറച്ച് നേരം വെക്കാനുണ്ട്. അത് നിങ്ങൾക്ക് തലേന്ന് വെക്കുവാണെങ്കിൽ ഫ്രീസറിൽ വെച്ചാൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു 2 മണിക്കൂറെങ്കിലും വെക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ചിക്കനൊന്ന് പുരട്ടിയതിന് ശേഷം ഈ ഒരു ചിറകിൻ്റെ ഭാഗം നമ്മൾ ആദ്യം ഒന്ന് കെട്ടി കൊടുക്കണേ. താഴത്തുനിന്ന് വെച്ചിട്ട് വേണം കെട്ടി എടുക്കാനായിട്ട്. അതുപോലെ കാലും ഒന്ന് കെട്ടി കൊടുക്കണം. മുൻപൊരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറേ പേര് ചോദിച്ച സംശയമാണ്, എന്തിനാണ് ചിക്കൻ ഇങ്ങനെ കെട്ടുന്നത്, ചിക്കൻ ഓടിപ്പോവോ, ഇങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങളായിരുന്നു. ഇതെന്തിനാന്ന് വെച്ചാൽ ചിക്കൻ ഇങ്ങനെ കെട്ടിയിട്ടില്ലെങ്കിൽ ഈ കാലിങ്ങനെ വിടർന്ന് നിൽക്കും, അതുപോലെ ചിറകിൻ്റെ ഭാഗം ഇങ്ങനെ വിടർന്ന് നിൽക്കും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇനി നമുക്കിതൊരു 2 മണിക്കൂറെങ്കിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ചിക്കനെ റോട്ടിസറി സ്റ്റിക്കിലേക്ക് മാറ്റണം. അപ്പോൾ ഇതിലേക്ക് വെക്കുന്ന രീതി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഇവിടെ ഒരു സ്ക്രൂ പോലെ ഒരു ഇതുണ്ടാവും, അത് നമ്മൾ അഴിച്ചെടുക്കണം കേട്ടോ. അഴിച്ചെടുത്തിട്ട് ഇതിലേക്കാണ് നമ്മൾ ചിക്കനെ കയറ്റിയെടുക്കുന്നത്. നമ്മൾ ഈ ഒരു സ്റ്റിക്ക് കയറ്റുന്ന സമയത്ത് ഏകദേശം നടുക്ക് ഭാഗം തന്നെ ആക്കിയിട്ട് നമ്മളത് കുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ അത് അവിടെ തന്നെ നിന്നോളും. മറ്റേ നമ്മൾ സ്റ്റിക്കിൽ വെച്ചിട്ട് ഇങ്ങനെ കറങ്ങുന്ന സമയത്തേ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും കറക്റ്റ് അല്ലെങ്കിൽ. അപ്പോൾ അതങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ മാറ്റിയ ആ സ്ക്രൂ ഇല്ലേ, അത് അതിലേക്ക് തന്നെ വെക്കണം. വെച്ചിട്ട് ഈ ഒരു ചിക്കനിലേക്ക് കുത്തി ഇറക്കണം. ഇതിങ്ങനെ ഇളകി പോവാതിരിക്കാനും വിട്ട് പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതിങ്ങനെ ഈ ഒരു ഇത് കുത്തി ഇറക്കി വെക്കുന്നത്. പിന്നീട് ആ സ്ക്രൂ ഒന്നുകൂടെ ടൈറ്റാക്കി കൊടുക്കണം. പിന്നെ നമ്മൾ ഈ ചിക്കൻ വെക്കുന്ന സമയത്തേ ഇതിൻ്റെ ഏകദേശം നടുക്ക് ഭാഗം തന്നെ ആക്കിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെയാണ് ഓവനിലേക്ക് വെക്കുന്നത് നോക്കാം. ഈ ഒരു ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്റ്റിക്ക് വരുന്നുണ്ടാവും, അതിൽ വെച്ചിട്ടാണ് നമ്മൾ പിടിച്ച് വെക്കുന്നത്. ഇനി ഈ ഒരു സ്റ്റിക്കിന് തന്നെ 2 ഭാഗങ്ങളുണ്ടാവും. അതിൽ ഒന്നിതുപോലെ ആ ഹോളിലേക്ക് അങ്ങനെ കയറ്റി വെക്കുക, മറ്റതിങ്ങനെ അതിലേക്ക് ഇങ്ങനെ ലോക്ക് പോലെ വെക്കാനുള്ളതാണ് കേട്ടോ. ആ രീതിക്ക് തന്നെ നിങ്ങൾ. ഇനി നമുക്ക് ടൈമും ടെമ്പറേച്ചറും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ഞാനിവിടെ 1 മണിക്കൂറാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് 50 മിനിറ്റിൽ തന്നെ ഇത് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. 200 ഡിഗ്രി സെൽഷ്യസിലാണ് കേട്ടോ ഇത് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ടോപ്പ് ബോട്ടം കോയിൽ ഓണാക്കി ഇടണം. അതുപോലെ തന്നെ റോട്ടിസറി മോഡിലാണ് നമ്മൾ ഇത് ഇട്ടേക്കുന്നത്. ഇനി നമുക്കിത് 1 മണിക്കൂറിന് ശേഷം നോക്കാം. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ചിക്കൻ കറങ്ങുന്ന സമയത്ത് ഇതിൽ നിന്ന് ആ ഒരു ഫാറ്റ് ഇങ്ങനെ താഴേക്ക് ഇറങ്ങും. ആ ഒരു ഓയിൽ നമുക്ക് ഈ ചിക്കനിലേക്ക് തന്നെ ഇങ്ങനെ പുരട്ടി കൊടുക്കണം കേട്ടോ. അത് ഈ ചിക്കൻ നല്ലപോലെ ഡ്രൈ ആവാതെ ഇരിക്കാനും കൂടെ സഹായിക്കുന്ന ഒന്നാണ്. വേറെ ഓയിലിൻ്റെ ആവശ്യം നമുക്കില്ല, ഇത് തന്നെ മതിയാവും. പക്ഷേ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം എന്ന് മാത്രം. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിത് ഒരു 50 മിനിറ്റ് ആയപ്പോൾ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഓരോ ഓവണിലും ചിലപ്പോൾ വ്യത്യാസം വരും കേട്ടോ. ചിലപ്പോൾ 1 മണിക്കൂർ എടുക്കും, ചിലപ്പോൾ അതിലും ടൈം എടുത്തെന്ന് വരും.
പക്ഷേ എനിക്കിത് 50 മിനിറ്റിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റെഡിയായത് എങ്ങനെയാണെന്ന് അറിയാമെന്ന് വെച്ചാൽ ഒരു ഫോർക്കോ എന്തെങ്കിലുമൊക്കെ എടുത്തൊന്ന് അതിലേക്കൊന്ന് കുത്തി നോക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ നമുക്കിതിൽ നിന്ന് അയച്ചെടുക്കാം. ഈ ചൂടോടുകൂടി തന്നെ ഇത് നമ്മൾ എടുക്കണം കേട്ടോ. കാരണം ഈ ഒരു ചിക്കൻ ചൂടോടുകൂടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ചൂടാക്കി എടുക്കേണ്ടി വരും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കനാണ് കേട്ടോ. നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങുന്നതിലേറെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ഭയങ്കര ഹെവി മസാലകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്ലെയിൻ ടേസ്റ്റിൽ നല്ലൊരു ചിക്കനാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയായിരിക്കും. നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു ചിക്കൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓവണൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ ഈ ഒരു ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് പല മസാലകളിലും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അതല്ല നിങ്ങൾക്ക് ഇതുപോലെ തന്നെ റോട്ടിസറി ചിക്കൻ ഇനിയും വേണം എന്നുള്ളവരാണെങ്കിൽ കമൻ്റ് ഇടണം, വേണം എന്നുള്ളവരാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമുക്ക് പല രീതിയിലുള്ള ചിക്കനും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.